ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ പരിപ്പും പാലക്കും ഇട്ടുകൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് ആദ്യം വെക്കണം. അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകിയിട്ട് അതിലേക്ക് പച്ചമുളകും വല്ലുള്ളിയും തക്കാളിയും കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടി ഇട്ടുകൊണ്ട് വേവിച്ചാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ പാലക്കിൻ്റെ ഇല ഇട്ടുകൊണ്ട് പാലക്ക് ഉണ്ടാക്കും. അതായത് ഉരുളക്കിഴങ്ങും പാലക്കും ഉണ്ടാക്കും. പിന്നെ പനീർ പാലക്ക് ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും. ഈ ഒരു പാലക്കിൻ്റെ ഇല കൊണ്ട് എല്ലാവരും ഉണ്ടാക്കലുണ്ടോ അറിയില്ല. പിന്നെ ഇതിലേക്ക് പരിപ്പൊക്കെ കുറച്ച് 2 ഇഡ്ഡലി ഇതിടണം കേട്ടോ, വെളുത്തുള്ളി ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമ്മൾ കുക്കർ വേവിച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഒരു 3 വിസിൽ വരെ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് നമ്മൾ പാലക്കിൻ്റെ ഇല എടുത്ത് നല്ല ഇലകളൊക്കെ എടുത്ത് കണ്ട് അത് കട്ട് ചെയ്യണം. ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് വെക്കുക. എന്നിട്ട് നല്ലോണം വെള്ളത്തിലിട്ട് എല്ലാം കഴുകണം. നമ്മൾ വെള്ളത്തിലിട്ട് കണ്ട് നല്ലോണം കഴുകുന്നുണ്ട്. അതിൽ മണ്ണും ഇതൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് പറിക്കണതല്ലേ. അങ്ങനെ നമ്മൾ പരിപ്പ് നല്ലോണം കഴുകിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തേക്ക്, നമ്മൾ ചോറൊക്കെ ഊറ്റണം അതേപോലത്തെ ഒരു പാത്രത്തേക്ക് ഊറ്റിക്കാണ്ട് വെക്കണം കേട്ടോ. എന്നാലും വെള്ളമൊക്കെ പോയിട്ട്. അപ്പോൾ ഇത് നമ്മളെ പരിപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തേക്ക്, ഞാൻ ഈ പരിപ്പായത് വേറൊരു കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ചോറ് വെക്കാനുണ്ടായതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി പരിപ്പ് ഒന്നങ്ങോട്ട് തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഈ കഴുകി വെച്ച പാലക്കിൻ്റെ ഇല നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇല വേവുന്നത് വരെ നമ്മൾ നല്ല തിളച്ച് ഇല വേവുമല്ലോ, ആ വേവുന്നത് വരെ നമ്മൾ ഇങ്ങനെ അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ഉണ്ടാവണം. എന്നിട്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് തൂമിച്ചുകൊണ്ട് ഇത് നെയ്യിലും തൂമിക്കട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണയിലാറ് നെയ്യിലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.